ആദ്യം ഉപ്പും സൺഫ്ലവർ ഓയിലും അല്പം ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് കുറച്ചധികം വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച വെള്ളത്തിലോട്ട് വേണം നമുക്കിനി വെർമിസെല്ലി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഞാൻ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ കപ്പിൻ്റെ തന്നെ പകുതിയും കൂടെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെർമിസെല്ലി ചേർത്ത് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. വെർമിസെല്ലി വെന്ത് കുഴഞ്ഞു പോരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. വെർമിസെല്ലി ഡ്രെയിൻ ചെയ്തിട്ട് 3-4 തവണ പച്ചവെള്ളത്തിൽ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ടയിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഒറിഗാനോവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, മല്ലിയില അരിഞ്ഞത് 1 ടീസ്പൂണും, ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും, 3/4 ടേബിൾ സ്പൂണോളം വല്യുള്ളി അരിഞ്ഞതും, 1 ടീസ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, റെഡ്, യെല്ലോ, ഗ്രീൻ 3 കളറിലുള്ള ബെൽ പെപ്പർ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം സ്പ്രിംഗ് അനിയനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെർമിസെല്ലിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാൻ നന്നായിട്ടൊന്ന് ചൂടായതും അതിലോട്ട് ആവശ്യത്തിനുള്ള ബട്ടർ ചേർക്കുക. ബട്ടർ മെൽറ്റ് ആയതും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു വശം വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലത്തെ ഭാഗത്ത് അല്പം ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും കട്ട് ചെയ്ത് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് ഇതാ ഇതുപോലൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി വെർമിസെല്ലി ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരൊറ്റ പീസ് കഴിച്ചാലും മതി, നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. അപ്പോൾ വെർമിസെല്ലി ഓംലെറ്റ് ഉണ്ടാക്കാൻ സിമ്പിൾ അല്ലേ? ഇന്നത്തെ നോമ്പ് തുറക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.